ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേർഡൻ സ്റ്റിച്ചാണ്. ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ചാണ്. നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ പോർഷൻ ഫില്ല് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റിയൊരു സ്റ്റിച്ചാണ് ബേർഡൻ സ്റ്റിച്ച്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഗോൾഡൻ ത്രെഡാണ്. ഈ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിനു മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് 2-3 വീഡിയോസിൽ വർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇതിൽ നിന്ന് ആവശ്യത്തിന് ലെങ്ത്തിന് ത്രെഡ് മുറിച്ചെടുത്ത് സൂചിമുക്കോടെ കോർത്തെടുത്തിട്ടുണ്ട്. ഒരറ്റം ലൂസാക്കി വെച്ചിട്ടുണ്ട്, ഒരറ്റം നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ആണ് ചെയ്തെടുക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ബേസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹൊറിസോണ്ടൽ ലൈൻസ് ഇതുപോലെ ഈക്വൽ ഡിസ്റ്റൻസിൽ ഈക്വൽ ഗ്യാപ്പിൽ മാർക്ക് ചെയ്തെടുക്കുക. നമുക്ക് ഏത് ഏരിയ ആണോ ഫില്ല് ചെയ്യേണ്ടത് ആ ഏരിയ മൊത്തം ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു കോർണർ പോയിന്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പോയിന്റിലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് അടുത്തടുത്തായിട്ട് ഫില്ല് ചെയ്ത് പോവാം. ചെയ്യുമ്പോൾ നമ്മുടെ ആ ഫാബ്രിക് നമ്മുടെ ആ ഹൂപ്പുമ്മേ കുറച്ച് നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. ലൂസായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റിച്ച് അത്ര ഭംഗിയിൽ ചെയ്യാൻ പറ്റില്ല. നല്ല ഭംഗിയിൽ ഇത് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഹൂപ്പുമ്മേ ഫാബ്രിക് അത്യാവശ്യം ടൈറ്റായിട്ടിരിക്കണം. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിലായിട്ട് ഈ ഒരു കോർണർ പോയിന്റിലായിട്ട് സൂചി താഴ്മയിലേക്ക് കൊണ്ടുവരാം. ഇനി നമ്മൾ വീണ്ടും കുറച്ച് സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. ഇതുപോലെ അവിടെ നിന്ന് സൂചി എടുത്തിട്ട് ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് ഇവിടെ താഴത്തേക്ക് കൊണ്ടുപോകുക. ഇനി ഒരു സ്റ്റിച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ഒരു സ്റ്റിച്ചിനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് ആ ഏരിയ ഫില്ല് ചെയ്തെടുക്കാം. ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ചാണ് ബേർഡൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഏതെങ്കിലും ഏരിയ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി ഈ ബേർഡൻ സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ലീവ്സിന് വേണ്ടി ഉപയോഗിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഇത് ഉപയോഗിച്ചിട്ടൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു സ്റ്റിച്ച് ഗ്യാപ്പിൽ ഇങ്ങനെ ചെയ്ത് പോകാം. ഇനി നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ലൈനിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ 2 സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഇതുപോലെ സൂചി താഴ്ന്ന മേലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് വീണ്ടും സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ഓരോ സ്റ്റിച്ച് ഇടവിട്ട് ഇതുപോലെ ചെയ്ത് പോകാം. അപ്പോൾ ഇത്രയുള്ള ബേർഡൻ സ്റ്റിച്ച് ഇതെങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് അവസാനം വരെ വാച്ച് ചെയ്യാം.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.